ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്. പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക്. എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്ത് തരുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 100-300 ആൾക്കാരെങ്കിലും ഫേസ്ബുക്കിലും ഈ പറയുന്ന ഇൻസ്റ്റയിലും വാട്സപ്പിലും ആയിട്ട് ഷെയർ ചെയ്ത് തന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. സായിയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ. സായി രേണുവിന്റെ വീട്ടിൽ പോവുകയും രേണുവിന് AC മേടിച്ചു കൊടുക്കുകയും കുറെ കാശ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, നല്ല കാര്യം. അതൊക്കെ സായിയുടെ ഇഷ്ടമാണ്, ചെയ്യട്ടെ, നല്ല കാര്യം തന്നെയാണ്. അവർക്കൊരു താങ്ങാവുന്ന തെറ്റൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഒന്ന് സായി കൊടുത്തത് എനിക്ക് ഒരു യോജിപ്പുമില്ല. സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ അയച്ചു തന്നിട്ട് ചോദിക്കുന്നത് അത് തന്നെയാണ്. അതിൽ ഈ ഇന്റർവ്യൂവിനെ പറ്റിയിട്ട് എന്താ നിന്റെ അഭിപ്രായം? ഞാൻ കുറച്ച് പേരത്തൊക്കെ പറഞ്ഞു. പിന്നെയും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഈ സാധനം അയക്കുന്നുണ്ട്. എല്ലാവർക്കും എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായം വളരെ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നതായിരിക്കും. എനിക്ക് ബേസിക്കലി ആദ്യം തന്നെ പറയാം, സായിയുടെ ആ ഇന്റർവ്യൂ ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഞാൻ യോജിക്കത്തുമില്ല. അതിനു മുന്നേ ഇന്നലെ രേണുവിൻ്റെ ഒരു വീഡിയോ രാത്രി എങ്ങാണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് അതിൻ്റെ തുടക്കം കുറച്ച് ഭാഗം ആ ഇൻട്രോ വെച്ചിട്ട് ആ ഹൈലൈറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ആ സാധനം. അതിനുശേഷം അത് വീഡിയോയിൽ അവസാന ഘട്ടം എത്തുമ്പോൾ പറയുന്നുണ്ട്. സീരിയസ്ലി എനിക്ക് രേണു ആ പറഞ്ഞതിനോട് ഒരു യോജിപ്പുമില്ല. അതിൻ്റെ റീസൺ, കിച്ചു എന്ന് പറയുന്ന ആ പയ്യൻ അവൻ്റെ കുട്ടിക്കാലത്ത് ഒരുപാട് ട്രോമ അനുഭവിച്ചിരുന്നു. അവൻ തന്നെ മുന്നേ വന്നിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട്. ഓക്കെ, അവൻ്റെ ലൈഫിൽ ഇങ്ങനെ ഇന്ന സിറ്റുവേഷനിലൊക്കെയാണ് കടന്നുപോയത്. ആഹാരം കഴിക്കണമെങ്കിൽ തന്നെ അവൻ്റെ അച്ഛൻ വീട്ടിൽ വരണം, അവൻ ഡ്രഗ്സിലോട്ട് പോയതും അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ്റെ പേഴ്സണൽ ലൈഫിൽ, അവൻ്റെ പേഴ്സണൽ ആ ഒരു കൊച്ചു ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അവൻ വിളിച്ചു പറഞ്ഞതാണ്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ വിമർശിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. ആദ്യ കാലഘട്ടങ്ങളിൽ സപ്പോർട്ട് ചെയ്തെങ്കിലും പിന്നെ വിമർശിക്കുകയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. എന്നാൽ അവൾക്ക് ഇങ്ങനെ ഒരു സ്റ്റേജ്, ഒരു വയ്യാത്ത സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ പിന്നെ വിട്ടു. പക്ഷേ രേണു ഇന്നലെ ആ വീഡിയോയിലെ തുടക്കം പറഞ്ഞ കാര്യം എനിക്ക് 1% യോജിക്കാൻ പറ്റിയില്ല. കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയാം, രേണു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആൾക്കാരുടെ വെറുപ്പും ആൾക്കാരുടെ തെറിവിളി വാങ്ങി പിടിക്കാതിരിക്കുക. ഞാൻ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്. ഓക്കെ, ഞാൻ രേണു സുധി എന്ന് പറയുന്ന വ്യക്തി മുന്നേ ചെയ്തിട്ടുള്ള ഈ സബ്സ്ക്രിപ്ഷൻ ആയാലും ഈ കുറേ ആൽബങ്ങളായാലും അല്ലെങ്കിൽ കാണിക്കുന്ന കോപ്രായങ്ങളായാലും ഒന്നും ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ അത് സപ്പോർട്ട് ജീവിതത്തിൽ ചെയ്യത്തില്ല. അതുപോലെ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അപരാധങ്ങൾ കാണിക്കുന്ന ആരെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല ജീവിതത്തിൽ. അങ്ങനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിലപാടില്ലാത്തവനായിപ്പോ. ഓക്കെ, പക്ഷെ രേണുവിന് ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഞാൻ, അതായത് നീ തിരിച്ചു വരണം ലൈഫിലോട്ട്, നിനക്കൊരു ആപത്തും പറ്റല്, ഈ രോഗത്തിനെ നീ മറികടന്ന് നീ അടിപൊളിയായിട്ട് ലൈഫ് തിരിച്ച് ജീവിച്ച് വരണം, നിനക്കൊരു ആപത്തും സംഭവിക്കരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, കണക്ക് പറയുന്നതല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും സംഭവിക്കരുതേ എന്ന്. കേട്ടോ, അത് നീ അത് മനസ്സിലാക്കുക. നിന്നെ വെറുത്തിരുന്ന ആൾക്കാർ വരെ അല്ലെങ്കിൽ നിന്നെ വിമർശിച്ച ആൾക്കാർ വരെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടി? നീ ചെയ്ത പ്രവൃത്തികളെല്ലാം നല്ലതാണെന്നോ നീ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ശരിയാണെന്നല്ല. നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ, നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതേന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖം നിനക്ക് വന്നപ്പോൾ നിന്നെ വിമർശിച്ചവരടക്കം നിനക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെറും മനുഷ്യത്വം മാത്രമാണ് രേണു. ആ ഒരു മനുഷ്യത്വത്തിന്റെ പേരിൽ നിന്നോട് ഒരുപാട് ആൾക്കാർക്ക് സ്നേഹമുണ്ട്. ഓക്കെ, പക്ഷെ നീയായിട്ട് അതില്ലാണ്ടാക്കി കളയരുതെന്നേ എനിക്ക് പറയാനുള്ള രേണു. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് നീ സൈബർ ബുള്ളിങ്ങിന് കിച്ചുവിന് ഇട്ട് കൊടുക്കുന്നത് പോലെയാണ് പേഴ്സണലി എനിക്ക് അടക്കം ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഞാൻ ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം. ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയത്തില്ല. ഞാനൊരു 11 വയസ്സ് തൊട്ട് നോക്കിയ ഒരു കുട്ടിയുണ്ട്. അവൻ ഇതുവരെ തിരിഞ്ഞു കയറിയിട്ടില്ല. എൻ്റെ ഈ ചാനലിൽ കൂടെ ഞാനിത് പറഞ്ഞാൽ ഇത് വലിയ വിവാദമാകുമെന്ന് എനിക്കറിയാം. പക്ഷെ വിവാദമാക്കാൻ പറഞ്ഞതല്ല. അവനോട് എനിക്ക് കുഴപ്പമില്ല, ക്ഷമിക്കുക. ആരും അത് വിവാദമാക്കരുത്. എനിക്ക് എൻ്റെ ഋതപ്പൻ എന്നെ അന്വേഷിക്കുന്നുണ്ട്. എനിക്ക് ഈ ചാനലിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ല. ഒരുപാട് പേരെന്നോട് ചോദിച്ചു വന്നോ എന്ന്. കിച്ചു ഇല്ല, വന്നിട്ടില്ല. എന്തോ ഫേക്ക് ന്യൂസ് ആയിരുന്നു. എന്തുവാകട്ടെ, കിടക്കുമ്പോഴത്തേനൊന്ന് വന്ന് കാണാൻ ആർക്കാണേലും എത്രയോ പേര് എന്നെ സ്നേഹിക്കുന്നു. എത്രയോ പേര് എവിടെ നിന്നൊക്കെ വന്ന്.
പിന്നെ എനിക്ക് ഈ ഇൻഫെക്ഷൻ പറ്റാത്തതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ വാതുക്കെ നിൽക്കുന്നത്. എനിക്ക് ഒത്തിരി കൈത്താങ്ങൽ, എനിക്ക് ഈ അവസരത്തിൽ ഒത്തിരി കൈത്താങ്ങൽ എൻ്റെ എൻ്റെ ചേച്ചി, എൻ്റെ ചേട്ടൻ, എൻ്റെ അമ്മ, എൻ്റെ പപ്പ. ഞാനൊന്ന് കരയുമ്പോൾ ഓടി വരും അവർ. അതുപോലെ എൻ്റെ മാനേജർ കരീഷ്മ, മാനേജർ എന്ന് ഞാൻ പറയുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരൻ, ഇപ്പം ഈ ക്യാമറ എടുക്കുന്ന എൻ്റെ ഒരു സഹോദരനാണ്. അവനൊരു പ്രതിഫലം പോലും ചോദിക്കാതെ. പക്ഷെ എനിക്ക് ഇവരോടൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് പിന്നെ അപ്പുറത്തെ തിരുമേ. ഓക്കെ, ഇപ്പൊ ബിഷപ്പ് അടക്കം, രേണുവിനെ വിമർശിച്ചിരുന്ന ബിഷപ്പ് അടക്കം എല്ലാം മറന്നുകൊണ്ട് രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നു, രേണുവിനെ കാണാൻ വരുന്നു. നല്ല കാര്യമാണ്, നല്ലതാ, സംഭവിക്കട്ടെ, എല്ലാം നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഇനിയെങ്കിലും ജീവിതത്തിൽ ഈ കോപ്രായ വീഡിയോകളൊക്കെ ഒഴിവാക്കി ഈ അസുഖത്തിൽ നിന്നൊക്കെ രക്ഷ നേടി, മുക്തി നേടി ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നേ എനിക്ക് പറയാനുള്ളൂ. സീരിയസ്ലി ഞാൻ അത്ര മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ ഇന്ന് 11 വയസ്സായി അന്ന് മുതൽ ഞാൻ നോക്കുന്ന ഒരു കുട്ടിയുണ്ട്, അവൻ എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്ന് പറഞ്ഞ് നീ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മകനെയാണ്. നിന്റെ സ്വന്തം മകനല്ല, പക്ഷേ പറഞ്ഞാലും നിന്റെ ഒരു മകനാണ്. അപ്പോൾ ഇവനെ ഇങ്ങനെ പൊതുസമൂഹത്തിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് നല്ലൊരു കാര്യമല്ല രേണു. അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്റെ ഉള്ളിൽ ഇപ്പോഴും ദേഷ്യവുമാണോ കിച്ചുവിനോട് എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ആയിരിക്കും ആൾക്കാരുടെ ഉള്ളിൽ വരുന്നത്. ഇപ്പോൾ കിച്ചു നിന്നെ കാണാൻ വന്നതോ വരാത്തതോ വോട്ടവർ, അത് അവൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. വരണോ വേണ്ടെന്ന് അടക്കം ചിന്തിക്കുന്നത് അവൻ്റെ ആഗ്രഹമാണ്. കാരണം അവന് ഈ പറയുന്ന പോലെ പുറമോടിയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു സമയത്ത് അമ്മ അമ്മ എന്ന് പറഞ്ഞ് കാണിക്കാനല്ലാണ്ട് നിന്റെ അടുത്ത് അവനൊരു റിയൽ സ്നേഹമില്ലായിരുന്നു, നിനക്ക് അവനോടുമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വ്യക്തമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. ആ സ്ഥിതിക്ക് നിനക്കിങ്ങനെ ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻ വരുമ്പോൾ അവൻ കാണാൻ വരാത്ത തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അതിന് മാത്രം അവൻ്റെ ലൈഫിൽ അനുഭവിച്ചിട്ടുണ്ട്. ഓക്കെ, തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്, കുഴപ്പമില്ല, നല്ല കാര്യം, നല്ലത് നടക്കട്ടെ. വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ആ ഒരു എല്ലാം മറന്ന് ഓക്കെ അവൻ വന്നെങ്കിൽ വന്ന്. പക്ഷെ വന്നില്ല എന്ന് വെച്ചിട്ട് ഒരിക്കലും അവനെ കുറ്റം പറയാനുള്ള ഒരു അവകാശം എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. കാരണം അത് അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്, വരണോ വരണ്ടേ എന്നുള്ളത്. അതിൻ്റെ പേരിൽ കിച്ചു പോകണം, കിച്ചു പോയില്ല, കിച്ചു എന്തുകൊണ്ട് പോയില്ലെങ്കിൽ നീ മനുഷ്യത്വം ഇല്ലാത്തവനാണ്, ഇങ്ങനെ ഒന്നും പറയാനുള്ള ഒരു റൈറ്റ്സ് ഇവിടെ ആർക്കുമില്ല. കാരണം അത് അവൻ്റെ മനസ്സിന് തോന്നുന്ന ശരിയാണ്, അവൻ്റെ മനസ്സിന് തോന്നുന്ന അവൻ്റെ സ്വന്തം ഒപ്പീനിയനാണ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എൻ്റെ ഒരു ശത്രു, എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു നാറിയാണ് എൻ്റെ ഒരു ശത്രുവാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള, എൻ്റെ കൂടെ ഒരു സമയത്ത് നിന്നതുപോലെ അഭിനയിച്ചിട്ട് എനിക്കിട്ട് താങ്ങി അങ്ങനെ ഇങ്ങനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എന്നെ ചതിച്ച, അല്ലെങ്കിൽ എൻ്റെ ശത്രുവായിട്ടുള്ള ഒരാൾ, അയാൾക്കൊരു മാരക രോഗമോ അല്ലെങ്കിൽ മാരക ഒരു അപകടം വന്ന് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് ചിലപ്പോൾ സഹതാപം തോന്നും. പക്ഷേ ഞാൻ പോകത്തില്ല, മനസ്സിലായി. കാരണം അമ്മാതിരി രീതിയിൽ എന്നെ ദ്രോഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പോകത്തില്ല. അതുപോലെ ചിലപ്പോൾ കിച്ചു തിങ്ക് ചെയ്യുന്നതാവാം. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അവനെ ഈ സൈബർ ബുള്ളിങ്ങിന് അല്ലെങ്കിൽ സൈബർ അറ്റാക്കിന് വേണ്ടിയിട്ട് രേണുസുതി ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് നിന്റെ നല്ല മനസ്സെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ഇനി ഇതിന് താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻസ് ഞാനൊന്ന് വായിക്കാം. അതിൽ നിന്ന് തന്നെ രേണുവിന് വ്യക്തമായിട്ട് ഏതാണ്ട് കാര്യങ്ങൾ കുറച്ച് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാരണവശാലും കിച്ചുവിന് ഇങ്ങനെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കാതിരിക്കുക. അവൻ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. ഓക്കെ, വോട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ അതിൽ പറയാൻ ആരുമല്ല, കാരണം അത് അവൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അതിൽ പറയാനുള്ള ഒരു റൈറ്റ്സ് നമുക്കില്ല. വേണമെങ്കിൽ പറയാം, കിച്ചുടാ ഈ അവസ്ഥയിൽ ഒന്ന് പോയി കാണുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇതാ പറയണം, കിച്ചു കഴിയുവാണെങ്കിൽ നീ പോയി കാണും. പക്ഷെ നിന്നെ ഒരിക്കലും നിർബന്ധിക്കത്തില്ല. നീ പോയില്ലെങ്കിൽ അതിനെ ഞാൻ കുറ്റവും പെടുത്തിട്ടില്ല. കാരണം നിനക്കേ അറിയാത്തുള്ളൂ, നീ അനുഭവിച്ചതിൻ്റെ ആ മാനസികാവസ്ഥ നിനക്കേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നിൻ്റെതാണ് ആ തീരുമാനം. പിന്നെ ഞാൻ പറയാം, കിച്ചുടെ പറ്റുവാണെങ്കിൽ പോയി കാണും, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് കാണണോ വേണ്ടെന്നുള്ളത് അവൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻസ് വായിക്കാം. ഓക്കെ, അവന് അച്ഛനുമില്ല അമ്മയുമില്ല. ഈ സമയത്ത് പോലും അവനെ കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഒരു വിവാദമാവാൻ പോണില്ല, അതാണ് ആഗ്രഹം അല്ലേ? നിങ്ങൾ പറഞ്ഞാലും ഇല്ലേലും ആ കൊച്ചു വരും. പക്ഷേ നിങ്ങൾ ഒരു മുഴം മുൻപേ എറിഞ്ഞതാണെന്ന് മനസ്സിലായി. ഇനി അവൻ വന്നാലും എല്ലാവരും അവനെ കുറ്റം പറയണം. നിങ്ങളുടെ വിവരമില്ലായ്മ ആയിരിക്കും, സാരമില്ല, എന്തായാലും നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, നിങ്ങളുടെ വിവരമില്ലായ്മ എന്ന് ആൾക്കാർ പറഞ്ഞാലും നിങ്ങൾക്ക് നല്ലത് വരണമേ എന്ന് തന്നെയാണ് ഇവിടെ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്, ഞാനടക്കം. കാരണം ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, അത്ര എനിക്കുള്ളൂ. കാരണം ഓരോ വീഡിയോസ് കാണുമ്പോൾ വിഷമമുണ്ട്, സീരിയസ്ലി വിഷമമുണ്ട്. എനിക്ക് കാണുമ്പോൾ എന്തോ മുടിയൊക്കെ വെട്ടിയിരിക്കുന്നത് കണ്ടപ്പോഴും അങ്ങനെയൊക്കെ വിഷമം തോന്നൂടെ, കാണുമ്പോൾ വിഷമം തോന്നും. മനുഷ്യ പറ്റില്ലാത്തവനൊന്നും അല്ല ഞാനും. പക്ഷേ ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ് കേട്ടോ. സഹതാപം തോന്നിയിരുന്നു. എന്നാൽ ഈ കിടപ്പിലും ആ കുട്ടിയെ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്നത് അത് വേണ്ടായിരുന്നു. രേണു, നിന്നോട് കിച്ചുവിന് ഒരു വെറുപ്പും ഉണ്ടാവില്ല. പക്ഷെ നീ ചെയ്ത വേഷങ്ങൾ
അത് അവന് വെറുപ്പുണ്ടാക്കും. എല്ലാവർക്കും അത് തന്നെയാണ് പ്രശ്നമായത്. ഇതിലൂടെ ആ കൊച്ചിനെ മീഡിയക്ക് ഇട്ടുകൊടുക്കല്ലേ. സ്വന്തം കുഞ്ഞാണെങ്കിൽ പറയുമോ, നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്നേഹിക്കും, ഇല്ലേൽ മുറിവായി അവരുടെ മനസ്സിലുണ്ടാകും. സ്വന്തം മോനായിരുന്നെങ്കിൽ ഇവർ ഇങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ തിരുമേനി എന്നൊക്കെയാണ് വിളിക്കുന്നത്. പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ. പണ്ട് ബിഷപ്പാമ്പയെന്ന് ഈ ബിഷപ്പിനെ അടക്കം രേണു വിളിച്ചിട്ടുള്ള കാര്യമൊക്കെ ഉണ്ടാകും, നമുക്കറിയാം. അന്ന് നമ്മൾ സംസാരിച്ചിരുന്ന വസ്തു കൊടുത്തു, ഓസിന് വസ്തു കൊടുത്ത് ആ കൈക്ക് തന്നെ തിരിച്ചു കൊടുത്തു. നമ്മൾ പലതും ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ ഇന്ന് അതെല്ലാം മറന്ന് ആ ബിഷപ്പ്, ഈ ബിഷപ്പിനെയാണ് ബിഷപ്പാമ്പെന്ന് രേണു ഒരു സമയത്ത് വിളിച്ചത്. ആ ബിഷപ്പ് അടക്കം എല്ലാം മറന്നുകൊണ്ട് രേണുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ വെറും മനുഷ്യത്വം മാത്രോടോ. ശത്രുക്കൾക്ക് പോലും നമ്മൾ ഈ അസുഖം വരരുതേ എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വെറും മനുഷ്യത്വം മാത്രം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ പോയി തുണി അഴിച്ചപ്പോൾ ഒന്നും ഈ ഋതപ്പനെ നീ ഓർത്തില്ലേ? കണ്ടല്ലോ, ഇതിപ്പോൾ നീ ചോദിച്ചു മേടിക്കുന്ന കമൻസ് ആണ്. എനിക്കൊന്നും പറയാനില്ല അതിൽ. ഓക്കെ, നിങ്ങൾ സബ്സ്ക്രിപ്ഷനിൽ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ കിച്ചുവിന് അത്ര നാണക്കേടായതുകൊണ്ട് അവൻ്റെ കൂട്ടുകാരൻ മുന്നിൽ നാണം കെട്ട് കാണും. എടാ, നിന്റെ അമ്മ എങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് പറയില്ലേ? സീരിയസ്ലി അതൊക്കെ നമ്മൾ അന്ന് സംസാരിച്ച ടോപ്പിക്കാണ്. ഇതിപ്പോൾ രേണു തന്നെയാണ് രേണു നെഗറ്റീവ് ഉണ്ടാക്കി വെച്ചതെന്നേ ഞാൻ പറയത്തുള്ളൂ. സബ്സ്ക്രിപ്ഷൻ അത് മോശമായിരുന്നു. അവൻ്റെ ഈ പ്രായത്തിൽ അവൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളെക്കുറിച്ച് എങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകും? നിങ്ങളെ സഹായിച്ച ആൾക്കാരെയും സ്നേഹിച്ചവരെയും തിരിഞ്ഞു കൊത്തി. അവർക്ക് മനസ്സല്ലേ, അവർക്കും വേദനിക്കില്ലേ? സോ ഇപ്പോൾ ഒരു ചാൻസ് കൂടി തന്നു ദൈവം നിങ്ങൾ തിരിഞ്ഞു നോക്കാൻ. സോ കിച്ചുവിന് അവൻ്റെ സങ്കടം മാറാൻ കുറച്ച് ടൈം എടുക്കും. ഈ സ്വഭാവം മാറില്ല. കൊച്ചിനെ കുറ്റം പറയാൻ എന്ത് അർഹതയാണുള്ളത്? ഒരുപാട് ആ കുട്ടി അനുഭവിച്ചു. ഇനിയെങ്കിലും മറ്റുള്ളവരുടെ വെറുപ്പ് വാങ്ങി കൂട്ടല്ലേ. സത്യം രേണു, എനിക്ക് നിൻ്റെ അടുത്ത് അത് തന്നെയാണ് പറയാനുള്ളത്. വെറുപ്പ് വാങ്ങി കൂട്ടരുത്, നല്ലതല്ല. രേണു ഒരു കാര്യം മനസ്സിലാക്കണം, അവനവൻ വിതയ്ക്കുന്നതേ താൻ കൊയ്യത്തുള്ളൂ. രേണു ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഇപ്പോഴും രേണുവിനോട് ദേഷ്യം പോകുന്നില്ല. അതിനു മാത്രം വെറുപ്പ് നേടിയെടുത്ത ആളാണ് രേണു. സോ അവൻ കാണാൻ വന്നില്ല, ഇവള് തിരിഞ്ഞു നോക്കില്ല എന്നൊക്കെ പറയാൻ രേണുവിന് ഒരു അവകാശവുമില്ല. ഞാൻ എന്നും എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് രേണുവിനെ. ക്യാൻസർ എന്ന രോഗം എത്ര മാത്രം ദുരിതമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ വേദനയും അറിയാം. പ്രാർത്ഥിക്കുക, കരഞ്ഞു വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങൾ എന്നും രേണുവിന് ഈ അസുഖത്തിൽ നിന്നും രക്ഷിക്കട്ടെ. കേട്ടല്ലോ, പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് രേണുവിന് എത്രയും പെട്ടെന്ന് ഈ അസുഖത്തിൽ നിന്ന് ഭേദമാകട്ടെ എന്ന്. പക്ഷേ ഒരിക്കലും ആ കൊച്ചിനെ വലിച്ച് പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കരുത്. ഇതെൻ്റെ റിക്വസ്റ്റ് ആണ് രേണു, പ്ലീസ് മണ്ടത്തരം കാണിക്കരുത്. സ്വന്തം പ്രസവിച്ച് വളർത്തിയ മക്കൾ നോക്കാത്ത കാലം. നാണമില്ലേ? നാവിൻ്റെ ദോഷമാണ് കിച്ചു വരാത്തത്. ഇപ്പോഴും യൂട്യൂബ് തുറക്കാൻ പറ്റുന്നില്ല, നാശം. ഓക്കെ, രേണു കോൺട്രോവേഴ്സീസ് തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. ഞാൻ അന്നും വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞു ഞാൻ ആവശ്യമില്ലാതെ ഇനി രേണു കണ്ടന്റ് എടുക്കത്തില്ല എന്ന്. പക്ഷേ ഇപ്പോൾ ഈ കണ്ടന്റ് ചെയ്യേണ്ട സിറ്റുവേഷനിലോട്ട് പോയി. അതിൻ്റെ റീസൺ നമ്പർ 1 സായിയുടെ ഇൻ്റർവ്യൂ തന്നെയാണ്. സായിയുടെ ഇൻ്റർവ്യൂവിൽ സായി പറയുന്ന ഒരു കാര്യത്തിനോട് പോലും എനിക്ക് യോജിപ്പില്ല. ഇപ്പോൾ സായി പേഴ്സണലി പറയുന്നുണ്ട്, സായിയുടെ 40 എത്ര വീഡിയോ ചെയ്തു, അതിൽ നിന്നും കിട്ടിയ ഇത്ര പങ്ക്, ഇത്ര ശതമാനം ഞാൻ രേണുവിന് കൊടുക്കുന്നുണ്ട്. സായി കൊടുത്തോ? എന്നിട്ട് സായി വേറൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഉന്നയിക്കുന്നുണ്ട്, എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്തവർ അല്ലെങ്കിൽ രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത എല്ലാവരും അതിൽ നിന്നും ഒരു പങ്ക് കൊടുക്കണമെന്ന്. അതെനിക്ക് ഒരിക്കലും യോജിപ്പുള്ള ഒരു കാര്യമല്ല. സീരിയസ്ലി നമ്മളെല്ലാവരും കണ്ടന്റ് ചെയ്യുന്നവരാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാം ഒരു ടോപ്പിക്കാണ്. നമ്മൾ പൊതുസമൂഹത്തിലോട്ട് നല്ല മെസ്സേജുകൾ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും മിസ്റ്റേക്കുകളും തെറ്റുകളും കുറ്റങ്ങളും കാണിക്കുന്ന പോക്കർത്തനങ്ങൾ അവരായത്തനങ്ങളും എല്ലാം പൊതുസമൂഹത്തിലോട്ട് വലിച്ചു കയറും. നാളെ അവർക്കൊരു ആപത്ത് വന്നാൽ, ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരെയും കൂടി സഹായിക്കാനായിട്ട് ഇറങ്ങും. ഞാൻ പറയുന്നത്, ഈ ലോകത്ത് ക്യാൻസർ രോഗം വന്ന്, മാരക രോഗം, ക്യാൻസർ രോഗം മാത്രമല്ല പല മാരക രോഗങ്ങളും വന്ന് ചികിത്സിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം വാങ്ങി കഴിക്കാൻ കഴിവില്ലാതെ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും രേണുവിന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഇപ്പോൾ സായി തന്നെ വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ സഹായിക്കണമെന്ന്. അതേ സായി എന്തുകൊണ്ട് മറ്റുള്ള ഒരുപാട് അസുഖങ്ങൾ ബാധിച്ചു കിടക്കുന്ന ആൾക്കാരെ സഹായിക്കണമെന്ന് പറയുന്നില്ല? എനിക്കതിനോട് യോജിപ്പില്ല. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാണ്. ഇപ്പോൾ രേണുവിനെ സഹായിക്കണമെന്നുള്ളവർക്ക് സഹായിക്കാം, ഒരിക്കലും ഞാനത് തടയുന്നില്ല. സഹായിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആരെ സഹായിക്കണമെന്ന് അവരവർ തീരുമാനിക്കും. അല്ലാണ്ട് ഞാൻ വന്നിരുന്നിട്ട് നിങ്ങളെല്ലാവരും രേണുവിനെ സഹായിക്കണം എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സും എനിക്കില്ല. സായി ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് എനിക്ക് യോജിപ്പില്ല. പ്രത്യേകിച്ച് എനിക്കത് വിഷയം എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുകയാണ്, എടാ നീ എന്തെങ്കിലും കൊടുത്താ, നീ എന്തെങ്കിലും സഹായിച്ചോ? എനിക്ക് തോന്നുമെങ്കിൽ ഞാൻ ചെയ്യും. ഇപ്പം രേണുവിന് ഫിനാൻഷ്യലി വലിയ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി കാലക്രമേണ ആഹാരത്തിന് പോലും വകയില്ലാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും വലിയ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് നോക്കാം, അല്ലേ? അതല്ല അതിൻ്റെ ഒരു ശരി. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ, ഞാൻ സഹായിക്കുന്നത് മറ്റൊരാൾ അറിയുന്നത് പോലും എനിക്കിഷ്ടമല്ല. സീരിയസ്ലി, എന്തിന്? ഞാൻ ഒരാൾക്ക് സഹായിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരിട്ട് സഹായിക്കത്തോലുമില്ല. കാരണം എൻ്റെ പേര് വരരുത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വേറെ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ സഹായം ചെയ്യുന്നത്.
എൻ്റെ പേര് പോലും വരരുത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്കിഷ്ടമല്ല. ഓക്കെ, അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ആരെ സഹായിക്കണം, എന്തിന് സഹായിക്കണം. അല്ലാണ്ട് സായി എന്ന് പറയുന്നത് പോലെ ആ സ്റ്റേറ്റ്മെന്റ് എനിക്ക് യോജിപ്പില്ല. സായി പോയി സഹായിച്ചു, നല്ല കാര്യം. അതിനുശേഷം സായി ഇന്റർവ്യൂ കൊടുത്തത് പോലും എന്തോ പോലെ എനിക്ക് തോന്നി. സീരിയസ്ലി സായി ഇപ്പോൾ ആ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അവർ വിളിച്ചു ഇരുത്തിയതാണെന്ന്. ഓക്കെ, എന്തായാലും അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നിയില്ല. ഓക്കെ, ഇപ്പോൾ സായിയുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് രേണുവിനെ സഹായിക്കുന്നവരുണ്ടെങ്കിൽ സഹായിക്കട്ടെ. പക്ഷെ സായി അവിടെ പറയുന്ന വാക്കുകളിലോട് എനിക്ക് യോജിപ്പില്ല എന്ന്. എനിക്ക് എല്ലാവരും അയച്ചു തന്നിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് സായിയെ കുറ്റം പറയുന്നുണ്ട്. ഓക്കെ, ഒരുപാട് പേര് സായിയെ പുകഴ്ത്തുന്നുണ്ട്. നല്ല കാര്യമാണ്, സായി ചെയ്ത നല്ല കാര്യമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചെയ്തിട്ട് ഒരുമാതിരി ബാക്കിയുള്ളവർക്കിട്ട് കുത്തിയത് പോലത്തെ ഒരു ഫീല് എനിക്കുണ്ടായിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എന്നോട് ഒരുപാട് പേര് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ടാണ്. എന്നാലും ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം. ഇപ്പോൾ ചേട്ടൻ ഇപ്പൊ റീസെന്റ് വരുന്ന ഇഷ്യൂസ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ സജന ഫിറോസ് ആയാലും തൊപ്പിയുടെ ഇഷ്യൂ ആയാലും ഇപ്പൊ രേണു സുധി ആയാലും ഒരുപാട് ഇഷ്യൂസ് വെച്ചിട്ടാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടൊരു ന്യൂസ് എന്ന് പറയുന്നത് ചേട്ടനൊരു 30-36 വീഡിയോ രേണു ചേച്ചിക്ക് 48 വീഡിയോ രേണു ചേച്ചിക്ക് എതിരെ ചെയ്തിട്ടുണ്ട്. ബട്ട് എതിരല്ല, റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. കോണ്ടന്റ് വെച്ചിട്ട് അത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഒരു പൈസ ചേച്ചിക്ക് കൊടുക്കും എന്നൊരു നമ്മൾ ന്യൂസ് കേട്ടു. അപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഭയങ്കര സന്തോഷമാണ് തോന്നി. ഒരുപാട് പേര് ഞാൻ അടക്കം തന്നെ ഒരു 5-6 ഇന്റർവ്യൂ ചേച്ചി ഇത് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ സാലറി ബേസ്ഡ് ആണ്. അപ്പൊ എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ല എന്നൊരു സങ്കടം എനിക്കുണ്ട്. ബട്ട് ചേട്ടനെ കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഇതിപ്പോ ഞാൻ ഒരിക്കലും ഇത് ഇതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു അതിനുള്ള സീനല്ല. അത് ഞാൻ ആദ്യം പറയുന്നു. ഞാനിപ്പോ ഈ ഇന്റർവ്യൂ എടുക്കുന്ന തന്നെ രേണുവിന്റെ വീട്ടിൽ പോയി വന്നിട്ടാണ്. ഞാൻ പോലും അറിയാതെ നിങ്ങൾ എന്നെ വിളിച്ചത്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു തന്നെ എനിക്ക് ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വന്നു. അതാണ് ഞാൻ ചേട്ടന്റെ ഡയറക്റ്റ് നേരത്തെ ആലോചിച്ചത്. ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഇവരെ അറിഞ്ഞത്. ഫൈൻ. അപ്പോ ഞാൻ പോയി, ഞാൻ കണ്ടു. ഇന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു, ഞാൻ പോകുന്നു. ഞാൻ ചെയ്തത് വേറൊന്നുമല്ല. എനിക്ക് ഉറപ്പിച്ച് എന്റെ എന്താ പറയാ, എന്റെ നെഞ്ചു തൊട്ട് പറയാം, 48 വീഡിയോ രേണുവിനെ കുറ്റപ്പെടുത്തിയിട്ടല്ല ഞാൻ ഇട്ടിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട വീഡിയോന്റെ എണ്ണമായിരിക്കും കൂടുതൽ. പിന്നെ രേണുവിനെതിരെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രേണു എന്ന് പറഞ്ഞുള്ള ആ ഒരു ഹ്യൂമൻ ബീങ്ങിനെതിരെ അല്ല പറഞ്ഞു, അവർ ചെയ്ത സിറ്റുവേഷനെ പറഞ്ഞു. അതെന്ത് വർത്തമാനമാ, അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. രേണു എന്ന് പറയുന്ന ഹ്യൂമൻ ബീനെ അല്ല പറഞ്ഞത്, അവർ ചെയ്യുന്ന സിറ്റുവേഷനാണ് പറഞ്ഞത്. എടാ, ഞാനിപ്പോൾ ഒരു തന്തയില്ലാത്ത പരിപാടി ചെയ്തെന്ന് വെച്ചോ, അത് ഞാനെന്ന ഹ്യൂമൻ ബീനല്ല, ഞാനെന്ന് ചെയ്ത കാര്യമാണ്. അതെന്തുവാ? എടാ, ഞാനൊരു കാര്യം ചെയ്താൽ ഞാനാണ് തെറ്റ്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രീതി. അല്ലാണ്ട് ഞാനെന്ന ഹ്യൂമൻ ബീനല്ല, ഞാനെന്ന ഹ്യൂമൻ ബീൻ്റെ ചെയ്ത പ്രവൃത്തിയാണ് തെറ്റ്. അതെനിക്ക് യോജിപ്പൊന്നുമില്ല. അതെന്തുവാ? ഇതൊരു പള്ളിയിലച്ചന്മാർ ചില സമയത്ത് പ്രസംഗിക്കുന്ന പോലത്തെ പരിപാടിയായിപ്പോയി. പള്ളിയിലച്ചന്മാരെ കുറ്റം പറഞ്ഞല്ല കേട്ടാ, ഞാൻ ചില അച്ഛന്മാരുടെ പ്രസംഗങ്ങളെ പറ്റിയിട്ട് പറഞ്ഞാണ്. ചില അച്ഛന്മാർ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെനിക്ക് മനസ്സിലായല്ലോ ഉദ്ദേശിച്ചത് അങ്ങോട്ട്. സീരിയസ്ലി, രേണു എന്ന് പറയുന്ന ഹ്യൂമൻ ബീനെ അല്ല ഞാൻ വിമർശിച്ചത്, രേണു എന്ന ഹ്യൂമൻ ബീൻ്റെ പ്രവൃത്തിയാണ് ഞാൻ വിമർശിച്ചത്. അത് മനസ്സിലായില്ല. ഞാൻ വിമർശിച്ചത് ഒരാളെന്ത് തെറ്റ് ചെയ്യുന്നു അയാളെയാണ് ഞാൻ വിമർശിക്കുന്നത്. എടാ, ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെയാണ് വിമർശിക്കുന്നത്, അല്ല ഞാനൊരു ഹ്യൂമൻ ബീനാണ്, ഞാൻ ചെയ്ത പ്രവൃത്തിയാണ് തെറ്റ്. ഇതെന്തോന്നാണ് മറ്റേ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, മറ്റേ പ്ലൂറല്, മറ്റേ വെർബൊക്കെ എന്ന് പറഞ്ഞ് പണ്ട് ഇംഗ്ലീഷിൽ എന്താ ഗ്രാമർ പഠിച്ചില്ല, ആ സാധനം മനസ്സിലാവണില്ല. അതുകൊണ്ട് ചോദിച്ചതാ. എന്തുവാ, എനിക്ക് കത്തിയില്ല അത് ഉദ്ദേശിച്ചത്. ഭംഗി വാക്കാണോ ഉദ്ദേശിച്ചത്? സീരിയസ്ലി. ഓക്കെ, ബാക്കി. പക്ഷെ ഞാനിത് ചെയ്യാൻ കാരണം എന്താ വെച്ചെങ്കിൽ ഇതൊരു മാതൃകയായിട്ട് നാളെ വരണം. കാരണം ഞങ്ങള് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഉള്ള ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ വൾച്ചേഴ്സ് പോലെ, ഈ കഴുകൻ കുട്ടികളെ പോലെ നമ്മൾ അതേഴ്സ് കണ്ടന്റ് ഫീഡ് ചെയ്യാണ്. നിങ്ങൾ ലീച്ച് ക്രിയേറ്റേഴ്സ് അല്ലേന്ന് പലരും ചോദിക്കാറുണ്ട്. യെസ്, വി ആർ ആണ്. പക്ഷെ ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും എവിടെയില്ല. യൂട്യൂബിന്റെ നിയമത്തിലും എവിടെയില്ല. ഫെയർ യൂസ് പോളിസി ഉള്ളിടത്തോളം കാലം നമുക്ക് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇപ്പോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു ഒരാൾക്ക്, നമ്മൾ ഒരാളെ വെച്ച് ഇത്രയും കണ്ടന്റ് ചെയ്തു, ആ വ്യക്തിക്ക് ഇപ്പൊ ഈ വയ്യായിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. ആ വ്യക്തിക്ക് ലൈഫിൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ആ വ്യക്തി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നാളെ ആരുടെയും മുന്നിൽ പോയി കൈ നീട്ടാനാണെങ്കിലും ആ വ്യക്തിക്ക് പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം പണ്ട് ഇതിന്റെ ബാക്ക് സ്റ്റോറി എടുത്ത് നോക്കിയാൽ അറിയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ ഞാൻ എന്താണെങ്കിലും അവരെ പേര് പറഞ്ഞൊരു ഇത്ര എമൗണ്ട് ഉണ്ടാക്കി, അത് ഇന്നാൽ കഴിയുന്ന, ഞാൻ പറയുന്നത് ഒരു അങ്ങനെയൊന്നുമില്ല, എനിക്ക് കഴിയുന്നത്. കാരണം ഈ കിട്ടുന്ന എമൗണ്ട് ഞാൻ ചെലവാക്കിയിട്ടുണ്ടാവും, ചിലപ്പോൾ കാണില്ലായിരിക്കും. പക്ഷെ ഇപ്പൊ കഴിയുന്നത് എന്താ, സപ്പോർട്ട് ചെയ്യാൻ. അത് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഞാനൊരു മാതൃക കാണിച്ചതാണ്.
കാരണം നാളെ അത് വേറെ ആർക്കും അഡാപ്റ്റ് ചെയ്യാം. അത് തന്നെ ഒരു വലിയ മനസ്സാണല്ലോ, എന്തെങ്കിലും മനസ്സെന്നുള്ളതല്ല, ഞാനൊരു ഇന്റെ സമാധാനത്തിന് ചെയ്തതാണ്. അതെ, ഞാൻ പറയുന്നത് ഇന്റെ സമാധാനമുണ്ട്. കാരണം എനിക്ക് നാളെ, കാരണം ഈ ക്രിട്ടിക്കൽ രോഗമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് നാളെ ഞാൻ രാവിലെ നീച്ചാലോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സാഹചര്യത്തിലോ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതിന്റെ മനസ്സിൽ പോകില്ല. സത്യം. അതെ, ഞാൻ അത് എന്റെ മൈൻഡ് ഭയങ്കര ഹോണ്ട് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ലെറ്റ്സേ ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്താ നാളുകളിൽ നമുക്കുള്ളൊരു ചീത്തപ്പേരുണ്ട്, ഈ ഇങ്ങനത്തെ കോണ്ടന്റ് ചെയ്യുന്നവർക്കുള്ള ഒരു ചീത്തപ്പേര്. അതൊന്നും ഒരു എന്താവാ ഓക്കെ നമ്മളൊരു പാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ചില കാര്യം ഞാൻ പണ്ട് എന്താ മനസ്സിൽ വിചാരിച്ചെന്ന് പറയാം, നമ്മൾ ചെയ്യുന്നത് ആരും അറിയരുത്, അതെ, ഇരു കൈ അറിയരുത് എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചെന്താ, ചില കാര്യങ്ങൾ അറിയിച്ച് തന്നെ ചെയ്യണം. സത്യമാണ്. ചില കാര്യങ്ങൾ അറിയണം സമൂഹം, കാരണം അതിൽ നിന്ന് 10 ആള് പഠിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും. അത്രയും വിചാരിച്ചിട്ടുള്ളൂ. ആർക്കെങ്കിലും ഇനി ഇതേപോലെ രേണുവിന്റെ കണ്ടന്റ് ചെയ്തവർക്ക് എന്തെങ്കിലും, ഞാൻ പറയുന്നത് എല്ലായിടത്തും കൊടുക്കണമെന്നല്ല, അവനാന്റെ ജീവിതത്തിൽ അവനാൻ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങളുടെ കയ്യിൽ ബാങ്കിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതൊന്നൊരു ഹെൽത്തി എമൗണ്ട് കൊടുത്താൽ അവർക്ക് ഇപ്പൊ ആരുടെ മുന്നിലും കൈ നീട്ടാതെ മുന്നോട്ട് പോകാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, സായി കൊടുത്തു, സായിയുടെ ഇഷ്ടം, നല്ല കാര്യം സായി ചെയ്തത്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ബാക്കിയുള്ളവർ ഈ രേണുവിനെ വെച്ച് കണ്ടന്റ് ചെയ്തവർ അവരുടെ ഒരു ബാങ്ക് ബാലൻസിൽ നിന്ന് ഒരു ഹെൽത്തി എമൗണ്ട് കൊടുക്കണമെന്ന് പറയാനുള്ള റൈറ്റ്സ് സായിക്ക് സത്യം പറഞ്ഞാൽ ഇല്ല. പിന്നെ സായിക്ക് കൊടുക്കാതിരിക്കുക എന്താണെന്ന് വെച്ച് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, രേണുവിന് നല്ലത് വരട്ടെ, രേണുവിന് അസുഖം മാറി തിരിച്ചു വരട്ടെ. പകരം സായി ഇന്റർവ്യൂ കൊടുത്തതിന് എനിക്ക് വലിയ യോജിപ്പില്ല. സായി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഇവരെന്നെ വിളിച്ച് പെട്ടെന്ന് അങ്ങനെ വന്ന് എടുത്ത ഇൻ്റർവ്യൂ ആണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് എന്തോ അതിലൊക്കെ ഒരു വിയോജിപ്പ് ഫീൽ ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഒരു മിസ്മാച്ച് എനിക്ക് ഫീൽ ചെയ്തു. ഞാനുള്ള കാര്യം ഓപ്പണായിട്ട് പറയാമല്ലോ, പിന്നെ എനിക്കൊട്ടും വയ്യ, അത് വേറൊരു കേസ്. ഓക്കെ, അപ്പോൾ ഈ രേണു എന്ന് പറയുന്ന വ്യക്തിയെ വിമർശിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ഞാനടക്കം ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും രേണുവിനെ സഹായിക്കണമോ സഹായിക്കണ്ടേ എന്നൊക്കെ ഉള്ളത് അവരുടേതായ പെർസ്പെക്റ്റീവാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് ആരെടുത്ത് നിർബന്ധം പിടിക്കാനുള്ള ഒരു ഇതുമില്ല. അത് സായി ആദ്യം മനസ്സിലാക്കുക. സായി അന്നത്തെ ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ഇതിൽ നിന്ന് ഇത്രയും കൊടുക്കാൻ പോണ്, നിങ്ങളും എല്ലാവരും കൊടുക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ സായിയുടെ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോയിൽ. എനിക്കത് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ബാക്കി സായി പറ. നാളെ അവര് സർവൈവ് ചെയ്ത് തിരിച്ചു വന്നാൽ അവര് വീണ്ടും കോണ്ടന്റ് അല്ലേ നിങ്ങൾ ചെയ്തു, വീണ്ടും കോണ്ടന്റ് ആണ്. അവരാരോടും നോ പറഞ്ഞിട്ടില്ല, ഒരാളോട് ഇന്റെ വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല. നാളെ നിങ്ങൾക്ക് ഇനിയും കോണ്ടന്റ് ആണ് അവര് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ കൂടുതലൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പോ 100 പേര് റിയാക്ഷൻ രേണു ചേച്ചിന്റെ ചെയ്തതിൽ ഒരാൾ മാത്രമാണ് ചേട്ടൻ. ഈ ചേട്ടൻ ഇപ്പൊ 48 വീഡിയോ, അതിനേക്കാളും അപ്പുറത്ത് ഒരുപാട് പേര് ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പോഴും കുറ്റപ്പെടുത്താനാണ് ആൾക്കാർ കൂടുതലും. അത് ഹാപ്പൻസ്, അതെന്താ പറയാ, അത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇപ്പൊ നിങ്ങളെ ചാനൽ അടക്കം ഉണ്ടാവും. കാരണം എന്താ വെച്ചെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കുന്ന ഒരു സാധനം അത് കണ്ട് മാനിപ്പുലേറ്റ് ആയിട്ടാവും ഒരു കമന്റ് വരും. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുത്തൊരു സാധനത്തിന് മുകളിൽ ഇപ്പൊ ഞാൻ കയറിയിട്ട് നാളെ എല്ലാവരും നന്മവരാവണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഏറ്റവും വലിയ കാരണക്കാരനാണ്. ഞാൻ റോങ് ആയിട്ടൊരു സാധനം കൊടുത്തിട്ട് അത് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഒരാൾ നീ ആരുടെ രേണു കമന്റ് ഇട്ടെ, ഈ സാധനത്തിന് മുകളിൽ ഞാൻ ഇപ്പൊ കയറിയിട്ട് നിങ്ങൾ ആരും കമന്റ് ഇടരുത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ റെസ്പോൺസിബിൾ ആണ്. പിന്നെ എനിക്ക് അതിൽ കോളില്ല. ആൾക്കാർ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യാന്നല്ലാതെ വേറൊന്നും അതിന് പറയാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ ഇന്ന് രേണു ചേച്ചിന്റെ വീട്ടിലേക്ക് പോയി, എന്തായിരുന്നു വീട്ടിൽ പോയപ്പോൾ ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ? അവരുടെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് അങ്ങനെയാണ്, പറയാൻ താല്പര്യമില്ല. കണ്ട് ഹാപ്പി ആയോ ചേച്ചിനെ കണ്ടപ്പോ? ഹാപ്പി ആവാൻ പറ്റില്ല, കൊറേ നാളായില്ലേ കണ്ടിട്ട്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ പോയി കാണാൻ പറ്റിയ സിറ്റുവേഷനിൽ ആരും കണ്ടാ ഹാപ്പി ആവില്ല. അതാവില്ല പ്രശ്നം. ലൈക്ക് അതങ്ങനെയാണ്. പിന്നെ ഞാൻ എന്താ പറയാ, എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയിലുള്ള, സീരിയസ്ലി പറയാ, എനിക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളെ എങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മാറി നിന്നാള് ഇന്നും അതാണ്ടായി. ലൈക്ക് സിജോ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവൻ കൂടുതൽ സംസാരിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ലിറ്ററലി അവിടെ പോയി എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ല. നാളെ അത് ആർക്ക് സംഭവിച്ചാലും എൻ്റെ അവസ്ഥ അതാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഡോഗ്സാണ്. എൻ്റെ ഒരു ഡോഗ് ക്യാൻസർ വന്നാ മരിച്ചത്. സത്യം പറഞ്ഞ എൻ്റെ വീട്ടുകാരടക്കം എന്നെ തെറ്റിദ്ധരിച്ചു ഒരു സമയത്ത്. കാരണം ഇവരെന്താ തിരിഞ്ഞു, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിനകത്ത് ഓടിക്കളിച്ച് നടക്കുന്ന എനിക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് എനിക്ക്. കാരണം ആ സിറ്റുവേഷനിലേക്ക് പോയാൽ ഞാൻ ഡള്ളാവും, ഞാൻ ഡെസ്പായി പോകും, ഞാൻ ഡിപ്രഷന് പോകും. ഞാൻ അങ്ങനെ പോകാതിരിക്കാനാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ അങ്ങനെ പോയാൽ പിന്നെ കാര്യമില്ല. അപ്പൊ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര സീനാണ്. ഞാൻ മാക്സിമം ഞാൻ അവിടെ സൈലന്റ് ആയിട്ട് അതിന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ പോരും. ഇന്നിപ്പോ അത്രേ ഉണ്ടാവുള്ളൂ. ഞാൻ അവിടെ പോയി ഞാൻ കണ്ടു, ഞാൻ പോകുന്നത് കൂടുതലൊന്നും ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ
നമ്മൾക്ക് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് കിച്ചു രേണു ചേച്ചിയെ കാണാൻ വരുന്നില്ല. അപ്പം ചേട്ടനും റിയാക്ഷനിൽ ഇതുപോലെ ഒരു ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചേട്ടൻ എന്തെങ്കിലും പറയാൻ? വന്ന് കാണും, കാണാതിരിക്കുന്നില്ല. എന്തായാലും അമ്മയല്ലേ, അതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഹാപ്പൻസ്. ഇപ്പൊ ഞാൻ എന്റെ അച്ഛനായിട്ട് എന്ത് പ്രശ്നത്തിലായിരുന്നു, അതെ, എനിക്ക് മൂപ്പരെ കാണുന്ന സീനായിരുന്നു. ഇപ്പൊ വീട്ടിൽ വന്നിരിക്കുന്നു മൂപ്പര് കഴിഞ്ഞ ആഴ്ച. അതൊക്കെ അത്രേ ഉള്ളൂ. അതിനിപ്പോ ഈ ചിലര് പറയും ബ്ലഡ് റിലേഷൻ അല്ലല്ലോ, അങ്ങനെ പലതും പറയും. ബട്ട് എൻഡ് ഓഫ് ദ ഡേ അത് എന്താണെങ്കിലും കാണും. ഓക്കെയോ, അതൊന്നും അതൊക്കെ ചെറിയ ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്, ഒന്നും കാര്യമൊന്നും. ഓക്കെ ആവുമ്പോൾ ഓക്കെ ആവട്ടെ, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കിച്ചുവിന് എന്തെങ്കിലും വന്ന് രേണുവിനെ കണ്ട് സംസാരിക്കണം തോന്നിയാൽ കിച്ചു വരട്ടെ. അല്ലാണ്ട് നമുക്ക് ആർക്കും വാശി പിടിക്കാൻ പറ്റത്തില്ല കിച്ചു വരണമെന്നോ കിച്ചു വന്നില്ലേ തെറ്റെന്നോ ഒരിക്കലും പറയാനുള്ള ഇതില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ചത് അവനെ അറിയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അവൻ തീരുമാനിക്കും. അതിൽ ആർക്കും ഉപദേശിക്കാനുള്ള ചോയ്സ് ഇല്ലടേ, ഇല്ല. നമുക്ക് വേണമെങ്കിൽ പറയടേ കിച്ചു പോയി കാണണ്ടേ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അല്ലാണ്ട് ഒരിക്കലും എടാ കണ്ടേ പറ്റത്തുള്ളൂ, നീ കാണിക്കുന്നത് തൊട്ടിത്തനാണെന്ന് പറയാൻ ഒരു റൈറ്റ്സും ഇല്ല. കാരണം അവൻ കാണിക്കുന്നതാണ് അവൻ്റെ ശരി, അവൻ എന്താണ് തോന്നുന്നത് അതാണ് അവൻ്റെ ശരി. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അവർ കാണുകയാണെങ്കിൽ കാണട്ടെ പരസ്പരം. പക്ഷെ രേണു ഇന്ന് വീഡിയോയിൽ പറഞ്ഞത് വളരെയധികം മോശമായിപ്പോയി. വേണ്ടായിരുന്നു. സൈബർ ബുള്ളിങ്ങിന് കിച്ചുവിനെ ഇട്ടുകൊടുക്കുകയാണ് രേണു ചെയ്തിട്ടുള്ളത്. സീരിയസ്ലി രേണു തന്നെയാണ് രേണുവിന് അത്രയും നെഗറ്റീവ് വാങ്ങി വെച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് വേറൊന്നും അതിൽ രേണുവിൻ്റെ കേസിൽ പറയാനില്ല. മണ്ടബുദ്ധിത്തരം കാണിക്കരുത്. അറ്റ്ലീസ്റ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്ന ആണെങ്കിലും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട. ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ കട്ട് ചെയ്ത് കളയുക. ഓക്കെ, ലൈവൊന്നും അല്ല ഇട്ടത്, മണ്ടത്തരം വിളിച്ച് പറയുന്നത്. ദയവിതിട്ട് ഇതുപോലത്തെ ഇനിയും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആൾക്കാരുടെ വെറുപ്പ് പിടിച്ച് വാങ്ങി വെക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ജീവിതത്തിൽ തിരിച്ചു വരാൻ പ്രാർത്ഥിക്ക്. ഇനി എല്ലാം മറന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് യാചിച്ച് ജീവിതത്തിൽ തിരിച്ചു വരുത്തണമെന്ന് പറഞ്ഞങ്ങോട്ട് പ്രാർത്ഥിക്കുക. ആ കൃപാസനത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല ശക്തിയുള്ള ഒരു സ്ഥലമാണ് അവിടെയൊക്കെ പോയിന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ വീട്ടിലുള്ള ചേച്ചി ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് ഉടമ്പടി എന്തെങ്കിലുമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കും. എനിക്കതേ പറയാനുള്ളൂ കേട്ടോ. അല്ലാണ്ട് ഇരുന്നും കൊണ്ട് കിച്ചുവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാണ്ടിരിക്കും. ഓക്കെ, കൂടുതൽ ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞ ചിലപ്പം ഞാൻ പറഞ്ഞ വല്ലതും നീ പറഞ്ഞല്ലോ നീ എന്തടേ പറയണമെന്നായിപ്പോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. എന്തായാലും ബാക്കി സായി പറ. ഋതപ്പ കുഞ്ഞിനെ കണ്ടോ? എന്ത് പറയുന്നു മോൻ? അവിടെ തിരിച്ചെടുത്ത് നടക്കുന്നുണ്ട്. കുട്ടികളല്ലേ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ലല്ലോ എന്താ എങ്ങനെയാന്ന്. അവരവരുടെ ഒരു വൈബില് പോകുന്നുണ്ട്. ഇപ്പോ ചേട്ടന് വേണമെങ്കിൽ ചേട്ടന്റെ യൂട്യൂബിൽ തന്നെ ഇതൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടാമായിരുന്നില്ല, എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നൊരു ചോദ്യം വന്നാൽ ചേട്ടൻ എന്തായിരിക്കും പറയാ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോ ഉണ്ട്. എനിക്ക് താല്പര്യമില്ല. എനിക്കിതിവിടെ കഴിഞ്ഞു പോയി, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞു ഇന്ന മനസ്സമാനത്തിനാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലും കൂടുതൽ ഞാൻ ചിന്തിച്ചത് ഇതാ. ഇത് സാധാരണ ഞാൻ ഇതുവരെ ഉള്ളതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. എവിടേക്കോ 1-2 വട്ടം ഇങ്ങനെ പറഞ്ഞു എന്നല്ലാതെ വേറെ കുറെ കാര്യങ്ങൾ. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവര് നാളെ ഒരാളുടെ മുന്നിൽ കൈ നീട്ടുന്നത് എനിക്ക് ചിന്തിക്കുമ്പോ തന്നെ എന്തോ പോലെ. കാരണം പറ്റില്ല. അവർ ഈ സിറ്റുവേഷനിൽ അവർ പോർട്രേറ്റ് ആയ ഒരു രീതി ഉണ്ട്. ആ രീതി വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവര് നാളെ അങ്ങനെ വന്നാലും അത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുവരെ വീണ്ടും ബ്ലെയിം ചെയ്യുള്ളൂ. ഉറപ്പായിട്ടും. ഇതിപ്പോ ചേച്ചി നമ്മളോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് മുമ്പ് ഈ കാര്യം അറിയായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതും പൈസ ഉണ്ടാക്കാൻ തന്നെയാണ്. അതിപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത്. ഈവൻ നമ്മൾ ആ പഴയ സമയത്ത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, നാണല്ലേ ഈവൻ ഞാനായാലും ക്വസ്റ്റ്യനിലൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് ശരിക്കും കണ്ടിട്ടുള്ളവരൊക്കെ അറിയാലോ, ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ഓരോന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ മനസ്സിലാവുന്നു അവര് പൈസക്ക് വേണ്ടിയിട്ടാണ്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ്. ഇതെന്താ അറിയോ, ഓരോരുത്തർക്ക് പൈസ ഉണ്ടാക്കുക ഓരോ നാക്കാണ്. ഞാൻ അങ്ങനെ എപ്പോഴും വിചാരിക്കും, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് നാക്കാണ്. അതെല്ലാ മനുഷ്യനും ഒരുപോലെ ആവണമെന്നില്ല. ചിലർ പഠിച്ചത് തന്നെ ജോലിയാക്കി മാറ്റും. ഇന്ത്യക്ക് ലൈഫിൽ എന്ന് പറഞ്ഞാൽ പഠിച്ചതിനായിട്ട് ഒരു ബന്ധമില്ലാത്ത പണി ഞാൻ ചെയ്യുന്നത്. എനിക്ക് പ്രൊഫഷണലി ആവണമെന്ന് പാഷനേറ്റ് ആയിട്ട് പോയ സാധനവും അല്ല ഇത്. പക്ഷെ ഞാൻ ഇന്ന് പൈസ ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്കൊരു കൈൻഡ് ഓഫ് നാക്ക് കിട്ടി. അത് കിട്ടാത്തവരുണ്ടാവും, അവർ ചിലപ്പോൾ ഡെസ്പറേറ്റ് ആവും. അങ്ങനെ നടക്കുന്ന സമയത്താവും അവർക്കൊരു ഇൻകം സോഴ്സ് എവിടെയെങ്കിലും ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അവർ അതിൽ പിടിക്കും. കാരണം അവർക്ക് ഫ്യൂച്ചർ നോക്കണം, അവരുടെ കറന്റ് സിറ്റുവേഷൻ നോക്കണം. ആൻഡ് സബ്സ്ക്രിപ്ഷൻ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, എന്താണ് ഈ സബ്സ്ക്രിപ്ഷനിൽ മോശം? ഞാൻ പറയട്ടെ, സബ്സ്ക്രിപ്ഷൻ തന്നെ വെച്ചത് എന്തിനാ? കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് കാണും വേണം എന്നൊരു കുറ്റം പറയും, അതെടുത്ത് ലീക്കാക്കുകയും ചെയ്യും. അപ്പൊ ഞാനതാ ചിന്തിച്ചേ, നിങ്ങൾ പൊട്ടന്മാരാണ്. സബ്സ്ക്രിപ്ഷൻ വെക്കുന്നതേ വേണ്ടവൻ ആവശ്യക്കാരൻ കാശ് കൊടുത്ത് കണ്ടോന്നാണ്. പബ്ലിക് ന്യൂസൻസ് ഉണ്ടാക്കുന്നില്ല. ഇല്ല, അവര് പ്രൈവറ്റ് ആയിട്ടാണ്.
ഇനി ഇതിൽ വലിയ നിയമപരമായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് ന്യൂഡിറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ അടുത്ത് പുറത്ത് കളയും. അതിന് സബ്സ്ക്രിപ്ഷനിൽ കൊണ്ടുപോയി ന്യൂഡിറ്റി ഇട്ടാലും പുറത്ത് കളയും. ഇവിടുത്തെ ഒരു മൈൻഡ് സെറ്റ് ഞാൻ ആലോചിക്കുന്ന ആൾക്കാർ ഒരു ക്ലീവേജ് കണ്ടാലോ നേവൽ കണ്ടാലോ അതുമോ മതിയോ, അത് പോയോ, തീർന്നോ നിങ്ങൾക്ക്? അവർക്ക് ഇതെന്തോ വലിയ അപരാധമാണ് ഈ കാണിച്ചു കൊടുക്കുന്നത്. ഏത് എനിക്ക് ഈ പറഞ്ഞതിനോട് ഒരു യോജിപ്പില്ല. ഞാൻ സബ്സ്ക്രിപ്ഷൻ എതിര് തന്നെയാണ്. ആര് വന്ന് കുണച്ച വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എതിർപ്പ് പ്രകടിപ്പിക്കത്തുള്ളൂ, പറയത്തുള്ളൂ. ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് തുടങ്ങിയത് മാന്യമായിട്ട് വീഡിയോ ഇടുന്ന ഒരു കേസല്ല ഞാൻ പറയുന്നത്. വന്നിരുന്ന അപരാധ വീഡിയോ ഇടുന്നതാണ്. ഈ യൂട്യൂബായാലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഈ സബ്സ്ക്രിപ്ഷൻ ഓപ്ഷൻ കൊടുത്തത് അപരാധിക്കാനുള്ള ഓപ്ഷൻ അല്ല, അപരാധ വീഡിയോ ഇടാനുള്ള ഓപ്ഷൻ അല്ല. അപ്പോൾ നമ്മൾ പൊതുസമൂഹത്തിലോട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നാളെ വളർന്നു വരുന്ന കുട്ടികളടക്കം ഏറ്റവും നന്നായിട്ട് അവർക്ക് ഈ പറയുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് നാളെ നമ്മുടെ വീട്ടിലുള്ള പെൺമക്കൾക്കായാലും പെൺകുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അവർക്ക് ഏറ്റവും എളുപ്പമായിട്ടൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വെച്ചിട്ട് അവരാതെ വീഡിയോ ഇട്ട് നാട്ടുകാരെ നിന്ന് കാശുണ്ടാക്കാനാണ് ഏറ്റവും എളുപ്പം. അപ്പം നമ്മൾ ഇത്തരം സാധനങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഇതുപോലെ പെൺമക്കളായിക്കഴിഞ്ഞാൽ നമുക്ക് തടയാൻ പറ്റുമോ? നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളാണ് ഇതുപോലെ മറ്റേ ഓരോ കോപ്പിലെ വീഡിയോകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താങ്ങും? എനിക്ക് പറ്റത്തില്ല. അത്രക്കുള്ള പുരോഗമന ചിന്താഗതിയൊന്നും എൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ സായിബ്രോ. എനിക്ക് അത്ര പുരോഗമന ചിന്താഗതിയൊന്നും ഇല്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തോ കാട്ടവരാതം കാണിച്ച പോലെയാണ് നാട്ടുകാർ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് സംസാരിക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ നീയൊക്കെ അല്ലാടാ മോശമാണെന്ന് പറയുന്നത്, കണ്ട ഇങ്ങനെ പറയുന്നത് ഇങ്ങനെയല്ലേ എന്നൊക്കെയാണ് എനിക്ക് എൻ്റെ അടുത്ത് ഓരോരുത്തന്മാർ ചോദിക്കുന്നത്. മോശം ആക്കിയത് ആരാ? ഇതുപോലെ കുറേ പേര്, ഇനിയും ഉണ്ട് കുറേ എണ്ണം, കുറേ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വെച്ചിട്ട് അപരാധങ്ങൾ മാത്രം കാണിക്കുന്നത്. അങ്ങനെ ഉള്ളവരെയാണ് വിമർശിച്ചിട്ടുള്ളത്. ഇപ്പോൾ സായി വന്നിട്ട് ഈ പറയുന്നതിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല, ഞാൻ യോജിക്കത്തുമില്ല. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് അവരാതെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യത്തില്ല തന്നെ. വളർന്നു വരുന്ന പെൺമക്കളെല്ലാം ഇനി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ട് ഇതുവരെ അവരാതെ വീഡിയോ ഇടട്ട് എന്നാ തള്ളി വിട്ടു കൊടുക്കുന്നത്. സ്വന്തം വീട്ടിലുള്ള പെണ്ണുങ്ങൾ അമ്മാതിരി അവരാതെ വീഡിയോ ഇടുമ്പോഴേ പൊള്ളത്തുള്ളൂ. കണ്ടവൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കും. സമ്മതിക്കത്തില്ല. നാളെ എൻ്റെ വീട്ടിലും പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇമാതിരി കോപ്പിലെ വീഡിയോ ഇട്ടുണ്ടെന്ന് എനിക്ക് സമ്മതിക്കാൻ പറ്റത്തില്ല. ഞാൻ നാളെ പെണ്ണ് കിട്ടി അവൾ ഇതുപോലെ അവരാതെ വീഡിയോ പോയി കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്കത് സപ്പോർട്ട് ചെയ്യാനേ പറ്റത്തില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല. ജീവിതകാലത്തിന് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല. സായി ബാക്കി പറ. ഈ വീഡിയോസിൽ വന്ന് കാണിക്കുന്ന പരിപാടി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പഴയ പുസ്തകങ്ങളിൽ നോക്ക്, പുരാതന പുസ്തകങ്ങൾ. ഈ സെറ്റപ്പ് തന്നെ ദേവദാസിമാർ എന്നൊക്കെ പറയില്ലേ, രാജകുമാര സദസ്സിലൊക്കെ. അന്നൊക്കെ അവര് ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പൊ ബ്രോത്തൽസ് ഇല്ല, വേശ്യാലയങ്ങളില്ല, വേശ്യാവൃത്തി ഭയങ്കര മോശമായിട്ടാണ് കാണുന്നത്. ഇപ്പൊ ഞാൻ യൂറോപ്പ് ടൂർ പോയി വന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ റോട്ടിൽ കൂടി ആരെന്ത് ഡ്രസ് ഇട്ട് നടന്നാലും ഒരുത്തരും തിരിഞ്ഞു നോക്കുന്നില്ല. ആവശ്യമുള്ളവൻ അവിടെ ഈസി ആയിട്ട് റെഡ് സ്ട്രീറ്റ് തുറന്നു വെച്ചിട്ടുണ്ട്. ബ്രോത്തൽസ് ഉണ്ട്, വേണം നിങ്ങൾ പോ, പൈസ മുടക്കി അവിടെ പോയി തിരിച്ചു വന്നു. ഇവിടെ പിന്നെ മലയാളികളുടെ ഒരു പ്രത്യേകതയല്ലേ, ഇവിടെ ഭയങ്കര എനിക്കിപ്പോഴും ഈ കാലം ഇത് മാറാൻ ഭയങ്കര പാടാണ്. അത് പാടാ. ചിലപ്പോ നമ്മളുടെ ഒരു ജനറേഷൻ വളർന്നു വലുതായി നമ്മളൊക്കെ പാരന്റ്സ് ആവുമ്പോൾ ഭയങ്കര പാടാ. കാരണം ഇപ്പോഴും ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പാരന്റിങ് ആയിരിക്കില്ല വേറൊരാൾക്ക് കിട്ടുന്നത്. അതെ, അവർക്ക് കിട്ടുന്ന പാരന്റിങ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും. അയ്യോ ആ ഡ്രസ്സ് ഇട്ടാ പ്രശ്നം, ഈ ഡ്രസ്സ് നിന്റെ കുട്ടിയെ നീ ഇങ്ങനെ വളർത്തണം, ഈ കൈൻഡ് ഓഫ് സാധനമായിരിക്കും. ചാൻസ് ഇല്ല. അത് കുറെ ജനറേഷൻ എടുക്കും കേരളത്തിൽ മാറി വരണം എന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. ഇതിപ്പോ അങ്ങനത്തെ ആ മൈൻഡിലെ സബ്സ്ക്രിപ്ഷൻ കാണുന്നത് ഇതെന്തോ വലിയ ഭീകര വിഷയമാണ് എന്നാ പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ പെണ്ണാണോ പോക്ക? ഈ ആണ് തുടങ്ങിയ എന്താ? ഞാൻ നോക്കുമ്പോ ഇപ്പൊ അഭിഷേക് ശ്രീകുമാർ അവൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. ഓനെ പോയിട്ട് ആരെങ്കിലും എടാ മെയിൽ വേശി എന്ന് വിളിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എനിക്ക് അറിയുന്ന ഒരാൾ അവനാണ്, അതുകൊണ്ട് അവന്റെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ആണുങ്ങൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയവർ പോയിട്ട് നീ പോക്ക് കേസല്ലേ ആന്റീനെ വളയ്ക്കാൻ നടക്കണോ ആരെയും ചോദിക്കൂ ഇല്ല. ഇത് പെണ്ണുങ്ങൾ മാത്രം തുടങ്ങുമ്പോൾ എന്താ അത്ര വലിയ വിഷയം എനിക്ക് മനസ്സിലാവും. പെണ്ണുങ്ങൾ മാത്രം തുടങ്ങുമ്പോൾ ഒരു വിഷയമില്ല. അഹാന കൃഷ്ണ എക്സാമ്പിൾ ഞാൻ പറയുക, അഹാന കൃഷ്ണ തുടങ്ങിയിട്ടുണ്ടല്ലോ, ആരും കുറ്റം പറയുന്നില്ലല്ലോ. ഒരു മനുഷ്യൻ പോലും അഹാന സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അവരാത് വീഡിയോ ആണെന്ന് പറയുന്നില്ലല്ലോ. ഇത് അപരാധം കാണിച്ചാൽ അവരതാണെന്ന് പറയും. ഓക്കെ, അല്ലാണ്ട് അതിൽ വേറെ ഒരു തേങ്ങയുമില്ല. അപരാധം കണ്ട അപരാധമാണെന്ന് പറയും, അല്ലാത്ത പക്ഷം പറയത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനിയിപ്പോൾ യൂറോപ്പ് പോലെ ഒന്നും എടുത്ത് കുട പിടിക്കാൻ പറ്റത്തില്ല. കുറച്ച് ഇതുണ്ടേ. നമ്മുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇമാതിരി അപരാധ വീഡിയോകൾ കാണിച്ചിടുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ സായി പറഞ്ഞല്ലോ, ഇപ്പോൾ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ റെസ്ട്രിക്റ്റ് ഉണ്ട്. ഈ പറയുന്ന റെസ്ട്രിക്റ്റിലോട്ട് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ, കാശിന് വേണ്ടി നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ ഇതുപോലെ റെസ്ട്രിക്റ്റിൽ പോയി നിന്ന് കഴിഞ്ഞാൽ താങ്ങുമോ? എനിക്കതേ ചോദിക്കാനുള്ളൂ. താങ്ങത്തില്ല. സപ്പോർട്ട് ചെയ്യുമോ? ആ മോളെ എവിടെ പോണ്?
റെസ്ട്രിക്റ്റിൽ പോയിട്ട് വാ പരിപാടിയൊക്കെ കഴിഞ്ഞ് വാ പറയൂ? ഇല്ല, പറയാൻ പറ്റത്തില്ലടോ. നമ്മൾ ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത് വിട്ടുകൊടുത്താൽ നാളെ നമ്മുടെ വീട്ടിലെ മക്കളും പോയി നിൽക്കും ഈ പറഞ്ഞ റെസ്ട്രിക്റ്റിൽ. ഓക്കെ, കാശിന് വേണ്ടി ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് നമ്മുടെ മക്കളും കാണും, അല്ലെ നമ്മുടെ കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾ കാണും കാശിന് വേണ്ടിയിട്ട്. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ എല്ലാവരും അപരാധം കാണിക്കുന്നു എന്നല്ല പറയുന്നത്, അപരാധം കാണിക്കുന്നവരെയാണ് അപരാധികളെന്ന് വിളിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. യൂസ് ലോജിക് ആൻഡ് കോമൺ സെൻസ്. നമ്മുടെ വീട്ടിലുള്ള പെണ്ണുങ്ങളാണ് ഇതുപോലെ അപരാധം കാണിക്കുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ. ഈ പറയുന്ന സായിയുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഫാമിലിയിലോ ഉള്ളവരാരെങ്കിലും ഒക്കെ ഉണ്ടോ അപരാധിക്കാനായിട്ട്? നിർത്താൻ പറ്റത്തില്ലല്ലോ, പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ പറ്റില്ല സായി. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് പ്രാന്തായി. ഞാൻ അവസാനം എൻ്റെ 1-2 ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് തന്നെ അയച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന്, എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിനോട് തന്നെ എനിക്ക് ഇത് തന്നെ ആൾക്കാർ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് ഭ്രാന്താവണമെന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞ് പ്രതികരിക്കുന്നു. ഞാൻ അങ്ങനെ ഗതികെട്ടാണ് ഈ പ്രതികരണമായിട്ട് ഇപ്പോൾ വരുന്നത്. ഓക്കെ, കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ സായി ചേട്ടനെ സീക്രട്ട് ഏജന്റ് സായി ചേട്ടനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. പക്ഷേ ചേട്ടന് യൂറോപ്പ് ട്രിപ്പൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല. ഇപ്പൊ ഒരു കറക്റ്റ് സമയത്ത് നമ്മളൊരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ രേണു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി രേണു ചേച്ചിനെ സഹായിച്ചു എന്നുള്ള ന്യൂസ് കേട്ടു. ഞാൻ സായി ചേട്ടനെ വിളിച്ചു. അപ്പൊ സായി ചേട്ടൻ പറഞ്ഞത് ആ ഒരു വിഷയം വെച്ച് മാർക്കറ്റ് ചെയ്യാൻ ചേട്ടന് താല്പര്യമില്ല, അത് മാർക്കറ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിക്കാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ഇന്റർവ്യൂ ഞങ്ങൾ എടുത്തു. സ്റ്റിൽ രേണു ചേച്ചിനെ ഒന്ന് വിളിക്കണം തോന്നി. ബിക്കോസ് എന്തൊക്കെയാണ് സായി ചേട്ടൻ വന്ന വിശേഷങ്ങൾ എന്ന് ചോദിച്ചറിയണം തോന്നി. രേണു ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. ആള് റെസ്റ്റിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. എടുക്കുവോ, പറയുവോ, സംസാരിക്കുവോ എന്ന് നോക്കി നോക്കാം. ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, എന്തുകൊണ്ട്? ഫുഡ് കഴിക്കുവാണോ? ഗുളിക കഴിക്കണം. എന്തുവാ കഴിക്കുന്നേ? ചോറാണോ? കപ്പയാണോ? അമ്മ ഉണ്ടാക്കിയ കപ്പയല്ലേ? ഞാൻ വരുമ്പോഴൊന്നും ഉണ്ടാക്കൂല, ഇല്ലാത്തപ്പോ കപ്പയും മീൻകറിയും ഒക്കെ. ഇനി വരുമ്പോ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? തളർച്ചയായിരുന്നു. കീമോ എടുത്ത് ആന്റിബോഡി കുത്തിവെച്ച് അതിന്റെയൊക്കെ തളർച്ച ക്ഷീണമായിട്ട് കിടപ്പായിരുന്നു. ചൂടായിരുന്നു, ശരീരം മുഴുവൻ ചൂടായിരുന്നു. ഓ, ചൂടാണ്. അപ്പൊ നമ്മള് ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു, സായി ചേട്ടൻ വീട്ടിലേക്ക് വന്നു. അപ്പൊ ഇന്റർവ്യൂവിന് കുറച്ച് മുമ്പ് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ചേട്ടന് മാർക്കറ്റ് ചെയ്യാനൊന്നും താല്പര്യമില്ല, അതുകൊണ്ട് ചേട്ടൻ ഇന്റർവ്യൂ കഴിഞ്ഞ് ചേട്ടൻ പോയതിനു ശേഷമാണ് ഞാൻ രേണു ചേച്ചിനെ വിളിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂസ് കണ്ടായിരുന്നു വരുന്നത്. പക്ഷെ സത്യമായിട്ടും എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷം. ഞാൻ ആ എമൗണ്ടിന്റെ കാര്യം ഒന്നും പറയണ്ട, സായി ചേട്ടനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നല്ലൊരു എമൗണ്ട് എനിക്ക് തന്നു. ഞാൻ ഇവിടെ ചൂട് പിടിച്ച് കിടക്കുമായിരുന്നു. സായി വൈഫും സിജോയും വൈഫും കൂടാണ് വന്നത്. എന്നെ കണ്ട് സംസാരിച്ച് ഞാനിപ്പം ഹടകടപ്പാണ് കിടക്കുന്നത്, എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ. പക്ഷെ അവര് പോയപ്പോ ഞാൻ പുറകെ പോയി ഒരു നല്ലൊരു എമൗണ്ട് തന്നെ. ചേച്ചി വേഗം പോയി AC മേടിക്കാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഇവരുടെ അടുത്ത് കൊടുത്തിട്ട് ഇവരോടിപ്പോയി എന്റെ ചേച്ചി ചേട്ടനും പോയി AC മേടിച്ച് നാളെ ഫിറ്റ് ചെയ്യത്. ശരീരത്തിലെ ചൂടൊക്കെ മാറിപ്പോ സായി അത് വലിയൊരു ഉപകാരമാണ് എനിക്ക് ചെയ്തത്. എന്നെ എന്താ പറയാ, ഞാൻ ആ തുകയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വലിയൊരു തുക തന്നെയാണ്. എന്റെ ലൈഫിൽ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് പേര് എന്നെ വന്ന് കണ്ട്. എന്റെ സുഹൃത്ത്, ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല കേട്ടോ, ഒരിക്കലും ഞാൻ ആവശ്യപ്പെട്ടിട്ടല്ല, ഒരു പൈസ ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ സുഹൃത്തുക്കളും എന്റെ വീട്ടുകാരും എന്നെ ഒരുപാട് സഹായിക്കും. എന്റെ യൂട്യൂബ് ചാനൽ വരെ എനിക്ക് വീഡിയോ എടുത്തു തരാനും ഒക്കെ എന്റെ ആങ്ങളമാരെ സഹായിക്കുന്നു. കരീഷ്മയാണെങ്കിലും എന്റെ സുഹൃത്തുക്കളും അപ്പുറത്തെ തിരുമേനി എല്ലാരും എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. വിഷമിക്കാതിരിക്കുക ചേച്ചി, ഇങ്ങനെ സഹായിക്കാൻ ഒരുപാട് പേരില്ലേ കൂടെ? ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ട് സഹായിച്ചു. എന്റെ ദൈവത്തെ ഞാൻ നന്ദി ഇപ്പോ എപ്പോഴും കരയിട്ടു. അല്ലെങ്കിൽ ശാരീരികമായിട്ട് ഭയങ്കര അസ്വസ്ഥതയാണ്, എഴുന്നേക്കാൻ വയ്യായിരുന്നു. നടുവൊക്കെ പൊട്ടുക. ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ നിർബന്ധിച്ചവരെ എഴുന്നേപ്പിച്ച് എന്തെങ്കിലും കഴിക്കട്ടെ നോക്കി എഴുന്നേപ്പിച്ചതാ. എനിക്ക് സായിയോടും ഫാമിലിയോടും അതുപോലെ എന്നെ സഹായിച്ച എല്ലാവരോടും എനിക്ക് ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്. കൈകൂപ്പി ഞാൻ അവരുടെ അടുത്ത് വന്നത്. അപ്പൊ രേണുവിനെ സഹായിക്കാൻ താല്പര്യമുള്ളവരൊക്കെ സഹായിക്കുക, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. സഹായിക്കുക, എത്രയും പെട്ടെന്ന് അസുഖത്തിൽ നിന്നും ഭേദമായി വരട്ടെ. അല്ലാണ്ട് സായി എന്ന് പറയുന്ന പോലെ ഇനിയിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്ത് എല്ലാവരും അവരുടെ ഇതിൽ നിന്ന് കുറേ സഹായിക്കണം, അങ്ങനെ പറയാനുള്ള റൈറ്റ്സ് ഒന്നും ആർക്കില്ല. സഹായിക്കാൻ താല്പര്യമുള്ളവർ സഹായിക്കട്ടെ.
പിന്നെ രേണു പറഞ്ഞ പോലെ കിച്ചുവിൻ്റെ കേസ് ചുമ്മാ കിച്ചുവിനെ സൈബർ ബുള്ളിങ്ങിന് എടുത്ത് ഇട്ട് കൊടുക്കാതിരിക്കട്ടെ. എനിക്ക് കാല് കുഴച്ച് പിടിച്ച്. ഓക്കെ, അപ്പോൾ സൈബർ ബുള്ളിങ്ങിന് എടുത്ത് ഇട്ട് കൊടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് ലൈഫിലോട്ട് തിരിച്ചു വരാൻ രേണുവിന് സാധിക്കട്ടെ. മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ഇടണം. ബൈ.